നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് യുദ്ധം മുറുകുന്നു. അശ്വഗണികൾ ഓരോന്നടുപ്പിച്ച് സേനാനായകന്മാർ യുദ്ധം കടുപ്പിക്കുന്നു. അണിയറയിൽ തന്ത്രങ്ങൾ ഒരുങ്ങുന്നു. ഇടതുമുന്നണിയിൽ സർവ്വസൈനാധിപൻ മുഖ്യമന്ത്രി തന്നെയാണ്. എന്നാൽ UDF-ൽ നേതാക്കന്മാരുടെ ഒരു നിര തന്നെയുണ്ട്. LDF-ൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും യുദ്ധം നയിക്കാനും മുഖ്യമന്ത്രി മാത്രമേ മുന്നിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ തോളൊപ്പമെത്തുന്ന ഒരാൾ പോലും ഇടതുമുന്നണിയിലില്ല. പരേതനായ കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ള ഒരാളുടെ അഭാവം മുഖ്യമന്ത്രി നല്ലവണ്ണം അറിയുന്നും അനുഭവിക്കുന്നുമുണ്ട്. പാർട്ടിയിൽ എന്നല്ല, മുന്നണിയിൽ പോലും മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോടിയേരി ബാലകൃഷ്ണൻ രോഗഗ്രസ്തനായ അവശനായിരുന്നെങ്കിലും മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും കാര്യമൊന്നും ആലോചിക്കാൻ പരേതനായ കാനൻ രാജേന്ദ്രനെ പോലെ മുന്നണി നേതൃത്വത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അദ്ദേഹവുമില്ല. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് യുദ്ധം നയിക്കണം. ഇക്കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട്. അതിൻ്റെ ഫലമായി ഓരോ കാര്യങ്ങളും ആറ്റിക്കുറുക്കി കണക്ക് കൂട്ടുന്നു. ഈ കണക്കുകൂട്ടലിൻ്റെ ഭാഗമാണ് മുഖ്യമന്ത്രി ചില ഘടകകക്ഷികൾക്ക് നേരെ കണ്ണുരുട്ടുന്നത്. ഇടതുമുന്നണിയിൽ കക്ഷികൾ ആവശ്യത്തിലേറെ അടിപ്പുര തുറക്കുന്നതും കാത്ത് കോവൂർ കുഞ്ഞുമോൻ MLA പോലുള്ളവർ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന കക്ഷികളേറെ ഉണ്ടെങ്കിലും 10 വോട്ടുള്ളവരും 10 പേരെ പ്രവർത്തന രംഗത്ത് ഇറക്കാൻ കഴിവുള്ളവരും തുച്ഛമാണ്. ജയിച്ചു കഴിയുമ്പോൾ കാര്യം കാണാനും വിലപേശാനുമൊക്കെ ഏറെ പേര് ഉണ്ടാകുമെങ്കിലും തെരഞ്ഞെടുപ്പിൽ എല്ലാ കാര്യത്തിനും CPM അണികൾ വേണം. എന്തിന്? ചില സ്ഥാനാർത്ഥികളുടെ കൗണ്ടിംഗ് ഏജൻ്റാകാൻ വരെ CPM വേണ്ടി. എന്നാൽ അവകാശവാദത്തിന് ഒട്ടും കുറവുണ്ടാകുകയുമില്ല. ഇത് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി ചില കക്ഷികൾക്ക് നേരെ കണ്ണുരുട്ടുന്നതും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും. മുന്നറിയിപ്പ് നേരിടുന്ന ഒരു കക്ഷി കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിലുള്ള RSP മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയെ ഇപ്പോഴും LDF-ലെ ഘടകകക്ഷി ആയി ഉൾപ്പെടുത്തിയിട്ടില്ല. 2014 കൊല്ലം പാർലമെൻറ്റ് സീറ്റ് നൽകാതിരുന്നതിൻ്റെ പേരിൽ RSP LDF വിട്ടുപോയപ്പോൾ അവരെ തള്ളി കുഞ്ഞുമോൻ ഇടതുമുന്നണിയിൽ തന്നെ നിന്നു. ഇതിൻ്റെ പേരിലുള്ള നന്ദി കൊണ്ട് മാത്രം CPM ചേർത്ത് നിർത്തിയിരിക്കുന്ന കക്ഷിയാണിത്. മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന മറ്റ് 2 കക്ഷികൾ തോമസ് K തോമസ് പ്രസിഡൻ്റായിട്ടുള്ള NCP-യോടും മാത്യു T തോമസ് പ്രസിഡൻ്റായിട്ടുള്ള സോഷ്യലിസ്റ്റ് ജനതാദളിനോടുമാണ്. ഈ 2 കക്ഷികളും കേരളത്തിൽ LDF-നും കേന്ദ്രത്തിൽ BJP-ക്കും ഒപ്പമാണ്. ഈ 3 കക്ഷികൾക്കും കൂടി 5 MLA-മാരും 2 മന്ത്രിമാരുമാണ് ഉള്ളത്. ഈ പാർട്ടികളുടെ MLA-മാരെല്ലാം ജയിച്ചിട്ടുള്ളത് CPM കോട്ടകളിൽ നിന്നാണ്. CPM-ന് അല്പമെങ്കിലും ദൗർബല്യമുള്ളത് മാത്യു T തോമസ് സ്ഥിരം ജയിക്കുന്ന തിരുവല്ലയിൽ മാത്രമാണ്. ദശാബ്ദങ്ങളായി നിൽക്കുന്നതുകൊണ്ട് NCP-യോടും കോഴിക്കോട് സീറ്റിൽ പേരിൽ വീരേന്ദ്രകുമാർ വിട്ടുപോയപ്പോൾ NCP-യോടൊപ്പം നിന്നതിൻ്റെ പേരിൽ മാത്യു T തോമസിനോടും കൂട്ടരോടുമുള്ള മമത കൊണ്ട് മാത്രമാണ് സോഷ്യലിസ്റ്റ് ജനതാദളിനെയും LDF-ൽ നിർത്തിയിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ NDA-ക്കൊപ്പം നിൽക്കുന്ന ഈ കക്ഷികളെ മുൻപേ തന്നെ പുറത്താക്കിയേനെ. നിലവിൽ ഈ 3 കക്ഷികൾക്കും കൂടി 5 MLA-മാരാണ് ഉള്ളത്. ഇവരിൽ NCP-യിലെ AK ശശീന്ദ്രനും ജനതാദളിലെ K കൃഷ്ണൻകുട്ടിയും മന്ത്രിമാരാണ്. പ്രായാധിക്യം കൊണ്ട് ഇനിയും മത്സരരംഗത്തേക്ക് ഇല്ലെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ നിലപാട്. മറ്റ് 4 പേരും പ്രാഥമികമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ തോമസ് K തോമസ് മത്സരിക്കുന്ന കുട്ടനാട്, ശശീന്ദ്രൻ ജയിച്ച ഏലത്തൂർ, കുഞ്ഞുമോൻ ജയിച്ച കുന്നത്തൂർ എന്നീ സീറ്റുകൾ ഇനിയും ഘടകകക്ഷികൾക്ക് വിട്ടു നൽകരുതെന്നാണ് CPM അണികളുടെ ആവശ്യം. അവരിത് വളരെ നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, നാമമാത്രമായ കക്ഷികൾക്ക് 2 മന്ത്രിസ്ഥാനം നൽകുന്നതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കണക്കുകൂട്ടിയാണ് ഈ 3 കക്ഷികളുടെയും മുന്നിൽ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. 3 കക്ഷികളും ചേർന്ന് ഒറ്റ കക്ഷി ആയിക്കൂടെ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ ഇതിലൊരു കക്ഷിക്കും ഇക്കാര്യത്തിൽ യോജിപ്പില്ല. ഇതിന് തയ്യാറാകാൻ ഇപ്പോൾ മത്സരിക്കുന്നത്ര സീറ്റുകളും അധികാരവും ലഭിച്ചാൽ 2 മന്ത്രിസ്ഥാനവും ലഭിക്കില്ലെന്ന് അവർ ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ മുഖ്യമന്ത്രി ഉറച്ച നിലപാടിലാണെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനതാദളിനോടും RJD-യോടും ലയിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ RJD അതിന് തയ്യാറായില്ല. അന്നു മുതൽ RJD മുന്നണിയിൽ നിരന്തരം അവഗണനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമീപനം തങ്ങളോട് സ്വീകരിക്കുമോ എന്ന് എല്ലാ കക്ഷികളും ഭയപ്പെടുന്നു. എങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം കക്ഷികളെല്ലാം തള്ളിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.